സന്തോഷിക്കണോ അല്ലെങ്കിൽ സങ്കടപ്പെടണോ അങ്ങനത്തെ ഒരവസ്ഥയിലാണുള്ളത്. ഇത് കാണാൻ കുഞ്ഞുങ്ങളില്ലാത്ത ഒരു വിഷമം കൂടി ഉണ്ട്. മോള് പറഞ്ഞത് സത്യമാണെന്നൊന്നും അറിയാണ്ട് ഇതിനൊരു ഇതെടുക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ 1 മാസത്തോളം ഞാൻ അതിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചിട്ടുണ്ട്, സത്യമാണോ എന്നാന്ന് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ ഭർത്താവിൻ്റെ അമ്മ ഇങ്ങനെ ഗൾഫിൽ പോയ സമയത്താണ്, അനിയൻ്റെ കുഞ്ഞിനെ നോക്കാൻ വേണ്ടിയിട്ട് ഗൾഫിൽ പോയ സമയത്താണ് സംഭവം നടക്കുന്നത്. അപ്പം ആദ്യമൊന്നും ഞാൻ വിശ്വസിച്ചിട്ടുണ്ടായിട്ടില്ല. പിന്നെ കുഞ്ഞി ഇങ്ങനെ പറയാൻ തുടങ്ങി. പിന്നെ കുളിപ്പിക്കുന്ന സമയത്ത് സ്വകാര്യ ഭാഗത്ത് വേദന എടുക്കുന്നതായിട്ടും മേത്തെല്ലാം വേദന എടുക്കുന്നതായിട്ടും അങ്ങനെയെല്ലാം പറഞ്ഞു. പിന്നെ ഞാൻ ചോദിച്ചപ്പോൾ ഒന്നും മോൾ ആദ്യമൊന്നും പറയാൻ കൂട്ടാക്കിയില്ല. എന്തോ ഒരു ഭയം മാതിരിയായിരുന്നു കുഞ്ഞിക്കുണ്ടായത്. പിന്നെ ചോദിച്ചപ്പോൾ കുഞ്ഞി പറഞ്ഞു ഇങ്ങനെ അച്ചച്ച രാത്രി ഉപദ്രവിക്കുന്നു. പിന്നെ ഞാനത് സ്കൂളിൽ അറിയിച്ചു. കുഞ്ഞിനോടൊന്ന് ചോദിക്കണം കാര്യമായിട്ട്, കാരണം ടീച്ചറുമായിട്ട് ഭയങ്കര അടുപ്പത്തിലായിരുന്നു മോള്. അപ്പോൾ ഇത് ചോദിക്കണം ടീച്ചറെ, അങ്ങനെ ഒരു സംഭവമുണ്ട്, അത് ടീച്ചർ ചോദിച്ചാൽ ചിലപ്പോൾ മോള് പറയായിരിക്കും, എന്നോട് കൂടുതലൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ടീച്ചർ പറഞ്ഞു ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ എന്നിട്ട് പറയാമെന്ന് പറഞ്ഞു. പിന്നെ അവർ വിളിക്കുമ്പോൾ എല്ലാം പറഞ്ഞു കുഞ്ഞൊന്നും പറയുന്നൊന്നുമില്ല, ഓളൊന്നും അച്ഛനൊന്നും ചെയ്തിന് വയ്ക്കുമ്പം പറയുന്നില്ല ഒന്നും എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു ഇങ്ങനെയെല്ലാം അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നുണ്ട് മോള്. പിന്നെ അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ തന്നെ ഒന്ന് ചോദിച്ചു നോക്ക് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സ്കൂളിലേക്ക് ഇങ്ങനെയാകുമ്പം നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ സ്കൂളിൽ നിന്ന് കൊടുക്കാറുണ്ടല്ലോ, അങ്ങനെ കൊടുക്കുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പം ഈ സ്കൂളിൻ്റെ വാർഷികത്തോടനുബന്ധിച്ച് പ്രോഗ്രാമെല്ലാം ഉണ്ടായിന്. അപ്പോൾ അതിൻ്റെ തിരക്കിലായതുകൊണ്ട് അവർ പിന്നീട് അത് ശ്രദ്ധിച്ചില്ല. പിന്നെ ഞാൻ ഇങ്ങനെ ഒരു സംഭവം പിന്നീട് എനിക്ക് തന്നെ അത് ബോധ്യപ്പെട്ടു, കുഞ്ഞിനിങ്ങനെ അയാൾ ചെയ്യുന്നുണ്ടെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം എനിക്ക് എൻ്റെ ബന്ധുക്കളാരും എൻ്റെ കൂടെ അന്നേരം ഉണ്ടായിട്ടില്ല. എല്ലാവരും എന്നെ ഒഴിവാക്കി. അതായത് എൻ്റെ ആളുകൾ വിശ്വസിച്ചിരുന്നത്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഭർത്താവിന് എൻ്റെ വീട്ടുകാരധികം ഇഷ്ടമല്ല, അവർ വരുന്നതും ഇഷ്ടമല്ല. അതുകൊണ്ട് പിന്നെ വീട്ടുകാർ ഇതാക്കി. കല്യാണം കഴിഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞതു മുതൽ തന്നെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ കൂടുതലും എൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷമാണ് ഞാൻ അനുഭവിക്കേണ്ടി വന്നത്. കൂടാണ്ട് ഈ അനിയൻ കല്യാണം കഴിച്ചപ്പോൾ അനുജൻ്റെ ഭാര്യ കൂടെ വന്നപ്പോൾ ഞാൻ കൂടുതലും അനുഭവിക്കേണ്ടി വന്നത്. ഈ മോൾക്ക് ഉണ്ടായ പ്രശ്നങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയെന്ന് അറിഞ്ഞതോടുകൂടി ഭർത്താവിനെ നിങ്ങളെ അകറ്റാനുള്ള ശ്രമം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ അടി കൂടാൻ വേണ്ടി സ്ഥിരം എന്തെങ്കിലുമൊക്കെ കാരണം ഉണ്ടാക്കിയിട്ട് ഇയാൾ പ്രശ്നമാക്കുമായിരുന്നു വീട്ടിൽ. ഇനി ഇങ്ങനെ ഒരു കുട്ടിക്ക് ഒരു അനുഭവം ഉണ്ടാവരുത് എന്നൊരു പ്രാർത്ഥനയുണ്ട്. പിന്നെ അയാളിനി പുറം ലോകം കാണരുതെന്നും ഒരു പ്രാർത്ഥനയുണ്ട്. അന്ന് എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഞാനിവിടെ വീട് വിട്ടിട്ട് കാസർഗോഡ് നിൽക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. ഒരു 3 മാസത്തോളം അവിടെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളിങ്ങോട്ട് വരിക ചെയ്തേ. ഇവിടെ വന്നിട്ടും ഞാൻ പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് ആൾക്കാരെല്ലാം കാണുന്ന സമയത്ത് പിന്നെ കാർക്കിച്ച് തുപ്പുക, അല്ലെങ്കിൽ മുഖത്ത് നോക്കി വാതിലടക്കുക, പിന്നെ മുഖം കാണാൻ പറ്റുന്നില്ല ഇവരൊന്നും എന്നുള്ള അത്തരത്തിലുള്ള സംസാരമാണ് ഉണ്ടായത് ആൾക്കാരുടെ ഭാഗത്തുനിന്ന്. നമ്മളെ മക്കളെ നോക്കേണ്ടത് നമ്മളെ തന്നെ ഉത്തരവാദിത്തമാണ്. പിന്നെ ഇങ്ങനെ പോക്സോ കേസിലും ഒക്കെ ബന്ധപ്പെട്ട് വരുന്ന കുട്ടികളുണ്ടാകുമ്പോൾ അവരെ പ്രത്യേകം കെയർ ചെയ്യണം. ഇപ്പം സ്കൂളുകളിൽ നമ്മൾ അയക്കുന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് കുട്ടികളൊന്നും നമുക്ക് അങ്ങനെ പൊത്തി വെക്കാനൊന്നും പറ്റില്ല. കേസിലുണ്ടെങ്കിലും കുട്ടികളെ പഠിക്കാൻ വിടേണ്ടതുണ്ട്, പുറത്ത് വിടേണ്ടതുണ്ട്. അപ്പം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കുട്ടികളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം മാതാപിതാക്കൾക്കാണ്. അത് അവർ നോക്കുക തന്നെ വേണം.